സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണത്തിൽ ഭഗവാന്റെ അവതാരത്തെ പ്രതിപാദിക്കുന്ന രണ്ടധ്യായങ്ങളിലായിട്ടാണ് 37, 38 അധ്യായം പറഞ്ഞത്. അവതരിച്ചതായിട്ടുള്ള 4 കൈയുള്ള സ്വരൂപം ഭഗവാൻ ഉപേക്ഷിച്ച് 2 കൈയുള്ള കൃഷ്ണരൂപത്തെ ബാലഭാവത്തെ കൈക്കൊണ്ടു. ആ ശിശുവിനെ കയ്യിലെടുത്ത് വസുദേവർ കാളിന്തി നദി കടന്നു. കാളിന്തി നദി 2 പുറത്തേക്കും മാറി നിന്നു എന്നാണ്. അത്തരം കാര്യങ്ങൾ അടുത്ത ദശകത്തിൽ വർണ്ണിക്കുന്നു. 39ാമത്തെ ദശകം. വൃത്തം പൃഥ്വി എന്ന് പറഞ്ഞിട്ടുള്ള വൃത്താണ്. ഭവന്തമയമുദ്ഗൻ യദുകുലോദ്ഗോ നിസ്സരൻ ദദർശഗനോജ്ജല ജലഭരാം കളിന്ദാത്മജാം. കളിന്ദാത്മജ കാളിന്തി. അഹോസലില സഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ ജലൗഹ ഇവ തക്ഷണാത് പ്രഭതമേഹദാമായയോ. ഭാഗവതത്തിലെ അവതാര അധ്യായത്തിലെ അവസാനം തന്നെ ഇത് ചേർത്തിരിക്കണം. ഇവിടെ 10 ശ്ലോകം കഴിഞ്ഞതുകൊണ്ട് ദശകം മാറ്റിയതാണ്. അവതാരത്തിൽ തന്നെ പറയണതാണത്. ഇപ്പം എന്താ വെച്ചാൽ, അങ്ങയെ കയ്യിലെടുത്തുകൊണ്ട് പുറപ്പെട്ടു പോകുമ്പോൾ നല്ല മഴ കുറച്ചിങ്ങനെ അധികം പെയ്തു. അവതരിക്കുമ്പോൾ കുറച്ചേ എത്രയേ ഉള്ളൂ മഴ, പിന്നെ കൂടിയെന്നാണ്. മഴ അങ്ങനെയാണല്ലോ. അപ്പോൾ കാളിന്തി കരകവിഞ്ഞിരിക്കണു. ചില നദിയൊക്കെ പെട്ടെന്ന് കരകവിയും. ആ വെള്ളം എങ്ങനെയുണ്ടായി? ഐന്ദ്രജാലോദിത, ഇന്ദ്രജാലം പോലെ പ്രപതമേയതാമായു, കാലടിയിൽ മാത്രമുള്ള വെള്ളമായിട്ട് അവിടെ മാറി. അങ്ങനെ വർണ്ണിക്കുന്ന സമയത്ത് സുഖമഹർഷിക്കൊരു സംശയം. പരീക്ഷത്തിനിപ്പോൾ ഇത് കേട്ടാൽ വിശ്വാസമാവാതിരിക്കുമോ? നമ്മളൊക്കെ ഈ വിശ്വാസത്തിനേക്കാളും കൂടുതൽ അവിശ്വാസ ചോദ്യങ്ങൾ ചോദിക്കണവരാണ്. പൊതുവേ മനുഷ്യനെങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? പൊതുവേ കഥകളുടെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുത്തണ പോലെയൊക്കെയാണല്ലോ പറയണത്. അതിന് സുഖമഹർഷി ഭാഗവതത്തിലൊരു ഉത്തരം പറയുന്നുണ്ട്. ഇതിലില്ല കേട്ടോ. അത് ഊഹിച്ചിട്ട് അതിനൊരു ഉത്തരം കൊടുക്കുകയാണ്. ഭഗവാൻക്ക് ഇതൊന്നും അത്ഭുതമല്ല കേട്ടോ. ഇത് സംഭവിക്കുമോ എന്ന് സംശയിക്കേ വേണ്ട. എന്താ കാരണം? രാമാവതാര കാലത്ത് സമുദ്രത്തെ വിറപ്പിച്ച ആളാണ് ഭഗവാൻ. സമുദ്രത്തെ വിറപ്പിച്ചു. അത് ഉണ്ടായതാവുമോ കഥ? രാമേശ്വരത്ത് പോയവർക്ക് അത് വിശ്വാസമാവും. അവിടെ മാത്രം തിരകളില്ല. അത്ഭുതമല്ലേ? ആലോചിച്ച് നോക്കൂ. ബാക്കി സമുദ്രത്തിൻ്റെ സമീപത്തൊക്കെ തിരകളുണ്ടാവുമ്പോൾ ഏത് കുട്ടിക്കും ഇറങ്ങി കുളിക്കാം. സമുദ്രത്തിൽ ഇറങ്ങി കുളിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ അവിടെ തിരകളില്ലാണ്ടായി എന്നാണ് ഐതിഹ്യം. രാമൻ വിറപ്പിച്ചത് കൊണ്ട് അവിടെ തിരകളില്ലാണ്ടായി എന്നാണ്. അപ്പോൾ ചിലതൊക്കെ നോക്കുമ്പോൾ നമുക്ക് വിശ്വാസമാവും. വെള്ളത്തിന് വഴി കൊടുക്കാൻ മടിച്ചപ്പോൾ രാമൻ്റെ ഭാവമാണ് മാറി. ശാത്തിയൊക്കെയാണ് പോയി. ലക്ഷ്മണ ആഗ്നേയാസ്ത്രം എടുക്കും. ഇവിടെ ഒരു തുള്ളി വെള്ളം ഇല്ലാണ്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ചെറിയും കെട്ടണ്ട, ഒന്നും കെട്ടണ്ട. വാനരന്മാർക്ക് നാട്ടൊന്നും ആക്കണോ ചോദിച്ചപ്പോൾ സമുദ്രദേവൻ വസ്ത്രവാഭരണ ഭൂഷിതനായിട്ട് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. സർവേശ്വര, ഇവിടത്തോട് പറയാൻ ആരാ ഉള്ളത്? എത്രയാ വേണ്ടച്ച എടുത്തോളൂ. ഒരബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് വിറച്ചിട്ടുണ്ട് സമുദ്രദേവൻ. ആ സമുദ്രനെ വിറപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ഭഗവാനെ ഒരു നദി വഴി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിലെന്താ അത്ഭുതപ്പെടാനുള്ളത്? മല വിഴുങ്ങണ ഭൂതത്തിന് കഥക് വല്ലതും ഉണ്ടോ എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിലെ. മല വിഴുങ്ങണ ഭൂതത്തിന് കഥക് വലക പപ്പടം എന്ന പോലെയാണ് ഇവിടെ. ജലൗഹ ഇന്ദ്രജാലത്തിൽ വെള്ളം വന്നാൽ അത് തൽക്ഷണം ഇല്ലാണ്ടിയാവും. ഇന്ദ്രജാലം കൊണ്ട് അല്ലേ എന്നാണ് പറയുക. അത് മാജിക്ക്, മന്ത്രവിദ്യ എന്നൊക്കെ നമ്മൾ ഇന്നത്തെ മാജിക്കല്ല കേട്ടോ ഇന്ദ്രജാലം. ഇന്ദ്രജാലം ശരിക്കും മന്ത്രവിദ്യ തന്നെയാണ്. അപ്പോൾ അവിടെ വെള്ളം ഉണ്ടാവുകയും ചെയ്യും, വെള്ളം ഇല്ലാണ്ടാവുകയും ചെയ്യും.
ഇല്ലേ? പെട്ടെന്ന് ഇല്ലാണ്ടേക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം, അതാണല്ലോ മന്ത്രവിദ്യ. അതുപോലെ കര കവിഞ്ഞതായിട്ടുള്ള കാളിന്തി നദി വളരെ വേഗം വെള്ളം താഴ്ത്തി കൊടുത്തു വസുദേവർക്ക് യാത്ര ചെയ്യാൻ. കാരണം തലയിൽ ആരാ ഉള്ളത്? ഇതിനെ മുഴുവനെ നിയന്ത്രിക്കണ ഭഗവാൻ. ഭവന്തമയമുദ്ദകൻകുലോദ്ദഹോ നിസ്തരൻ, അങ്ങയെ എടുത്തുകൊണ്ടു പോകുന്ന യദുകുലോദ്ദഹൻ വസുദേവരെ ദദർശ ഗഗനോജ്ജല ജലബരാം, ആകാശം മുട്ടത്തക്ക വിധത്തിൽ എന്നാണ് പറഞ്ഞത്. ഇവിടെ വെള്ളം കണ്ടു കാളിന്തിയിൽ. ചെറുതായിട്ടൊരു ഭ്രമമുണ്ടായി, ഇതെങ്ങനെ കിടക്കുക. ചെറിയ ഭ്രമേ ഉള്ളൂ, കാരണം മടിയിൽ ഭഗവാനാണല്ലോ കയ്യിലുള്ളത്. അപ്പം തന്നെ ആ വെള്ളം അങ്ങോട്ട് താണു. പ്രകൃതിയും ഭഗവാനുമായിട്ട് വളരെ ബന്ധമുണ്ട്. അതാണ് ഈ ദുർനിമിത്തങ്ങൾ, പെട്ടെന്നുള്ള ഇടിവെട്ടുകൾ, പ്രകൃതിയിലത്തെ ഉത്പാദങ്ങൾ, ഇതൊക്കെ വരാൻ പോകുന്ന അനുഭവങ്ങളെ സൂചിപ്പിക്കുന്നു പറഞ്ഞത്. വെള്ളം അങ്ങോട്ട് മാറിയതോട് കൂടിയിട്ട് ആ അനന്തൻ കുട പിടിച്ചും കൊടുത്തു വെള്ളം മഴ നനയാതെ. ആ രത്നങ്ങളെ കൊണ്ട് രാത്രി വെളിച്ചവും കൊടുത്തു. ഇനി എന്താ വേണ്ടത് പറയണം. പ്രസുപ്ത പശുപാലികാം നിഭൃത മാരുതബാലികാം അപാമൃത കവാടികാം പശുഭവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തത്പദാർ വഹം കപടമന്യകം സുപുരമാകതോ വേഗത. അവിടെ പശുപാലകന്മാർ ഗോകുലത്തിൽ ഒക്കെ ഉറക്കണം, എല്ലാം ഉറക്കാം. ഈ ഉറക്കം തെറ്റിക്കണത് ദേവിയാണെന്ന് ഇന്നലെ പറഞ്ഞുല്ലോ. യോഗമായ ദേവിയുടെ വൈഭവം കൊണ്ട് ഒരൊറ്റ ആൾ പോലും ഉണർന്നില്ല. ഉണർന്നാൽ അവിടെ സംഗതികളൊക്കെ വെളിച്ചത്താവില്ലേ. പ്രസുപ്ത പശുപാലികാം, ഉറങ്ങിക്കിടുന്നതായിട്ടുള്ള പശുപാലകന്മാരും പശുപാലികമാരും എല്ലാവരും ഗോപസ്ത്രീകൾ, പാലിക സ്ത്രീലിംഗ ഗോപസ്ത്രീകളും. നിഭൃതമാരുദത് ബാലിക, കുറഞ്ഞ് മെല്ലെ ഒന്ന് കരഞ്ഞ ഒരു കുട്ടിയുടെ ശബ്ദം അവിടെ കേട്ടു. വല്ലാതെ കരയണമൊന്നുമില്ല, എന്നാൽ എല്ലാവരും ഉണരും, യുക്തി വേണ്ടേ. അപ്പോൾ അതിന് ചെറുതായിട്ട് ഇങ്ങനെ കരയുണ്ട്, ശബ്ദം അധികമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട്. ചെറിയ കുട്ടികളുടെ കരച്ചിൽ കേൾക്കാനും ഒരു സുഖമാണ് അല്ലേ. വല്ലാതെ ഉള്ള കരച്ചിലാവരുത് എന്നേ ഉള്ളൂ. ആ കരച്ചിൽ എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് പൊതുവേ പറയുക. നിഭൃതമാരുദത് ബാലിക, ഒരു അരുമയുണ്ട് ആ കരച്ചിലിന്. നിഭൃതമാരുദത് ബാലിക, കുട്ടി ഇങ്ങനെ കരഞ്ഞു. നമ്മൾ ഒരു അയ്യോ വാമി എന്തിന് കരയണു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കുട്ടിയോട് കൊഞ്ചില്ലേ. നിഭൃതം അങ്ങനത്തെ കരച്ചിലാണ്. മാരുദത് ബാലിക, യോഗമായ ദേവിയാണ് കരയണത്. അപാവൃത കവാടികം, വസുദേവരെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? വാതിലൊക്കെ തന്നെ തുറന്നു കൊടുത്തു. ദേവിയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ. പിന്നെ വല്ല തടസ്സം ഉണ്ടാവുമോ? കയ്യിലാച്ച ഭഗവാനും ഇല്ലേ, വിശ്വമാതാവും ഉണ്ട്, വിശ്വ പിതാവും ഉണ്ട്. പിന്നെ എന്താ അവിടെ നടക്കാത്ത? വല്ലതും നടക്കാൻ പ്രയാസമുണ്ടോ? അപ്പോൾ ആവൃത കവാടികാം, തുറക്കപ്പെട്ട വാതിലോട് കൂടിയിട്ട് പശുഭവാടികാമാവിശൻ ഗോകുലത്തിൽ പ്രവേശിച്ചു. ഭവന്തമയമർപ്പയൻ, അങ്ങയെ യശോദയുടെ അടുത്ത് കിടത്തി. മെല്ലെ കിടത്തിയിട്ട് പ്രസവ തൽപകേ തത്പദാൻ വഹൻ കപടകന്യകാം, സാക്ഷാൽ യോഗമായാദേവി ചെറുതായിട്ടുള്ള കുട്ടിയായിട്ട് അവിടെ കിടക്കേണ്ട പെൺകുട്ടിയായിട്ട് ആ കുട്ടിയെ എടുത്തു വഹിച്ചു. വഹൻ കപടകന്യകാം സുപുരമാകതോ വേഗത, ആ കുട്ടിയെ കയ്യിലെടുത്ത് വേഗം മധുരയിലേക്ക് വന്നു. കംസൻ്റെ അവിടെ തന്നെ എത്തിച്ചേരുകയും ചെയ്തു. പ്രസുപ്ത പശുപാലികാം നിഭൃതമാരുദത് ബാലികാം അപാവൃത കവാടികാം, വാതിലൊക്കെ തന്നെ തുറന്നു. പശുപവാടികാമാവിശൻ ഗോകുലത്തിൽ എത്തിച്ചേർന്നു, പ്രവേശിച്ചു. ആവിശൻ ഭവന്തമയമർപ്പയൻ, അങ്ങയെ അർപ്പിച്ചു. പ്രസവതൽപകേ, എവിടെയാ? യശോദ പ്രസവിച്ചതായിട്ട് പ്രസവതൽപ്പത്തിങ്കൽ കൃഷ്ണനെ കിടത്തി. എന്നിട്ടോ തത്പദാത് വഹൻ, അവിടെ നിന്ന് കപടകന്യകാം വഹൻ, യോഗമായാദേവി പെൺകുട്ടിയുടെ സ്വരൂപം സ്വീകരിച്ച് കിടക്കുന്നത് ആ കുട്ടിയെ ഇങ്ങോട്ട് എടുത്തു. ഭഗവാൻ പ്രേരിപ്പിച്ചതനുസരിച്ച്, പ്രേരണ മാത്രമേ ഇതിന് കാരണമുള്ളൂ, പറഞ്ഞിട്ട് പോലുമില്ല. സ്വപുരമാകതോ വേഗത, തൻ്റെ പുരമായിരിക്കുന്ന കംസകാരാഗ്രഹത്തിലേക്ക് ആ വസുദേവര് തിരിച്ചെത്തുകയും ചെയ്തു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.